ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു മന്തി റൈസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും വിനാഗിരിയും ഒക്കെ ഒഴിച്ച് നല്ല വൃത്തിയായി കഴുകിയിട്ടുള്ള ചിക്കനാണ്. അപ്പം കഴുകിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. വരഞ്ഞു കൊടുത്താലാണ് നമ്മൾ അതിലേക്ക് മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കുകയുള്ളൂ. അടുത്തതായി വേണ്ടത് ഇതിലേക്കുള്ള പുതിനയില, അതേപോലെ മല്ലിയില, അതുപോലെ ക്യാപ്സിക്കം. ഈ 3 കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ക്യാപ്സിക്കം ഈ രീതിയിൽ അരിഞ്ഞു കൊടുക്കാം. ഏറ്റവും ചെറിയ പീസസ് ആയിട്ട് അരിയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് അരിയുന്നത്. ഞാനിവിടെ ഒരു വലിയ സൈസ് ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മീഡിയം സൈസ് ക്യാപ്സിക്കം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ അത് എടുത്തതിന് ശേഷം അതിനുള്ളിലെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞു കൊടുക്കാം. അതേപോലെ മല്ലിയിലയും പുതിനയിലയും എടുക്കുമ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതും ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ക്യാപ്സിക്കവും മല്ലിയിലയും പുതിനയിലയും എല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒന്നാണ്. ഇതിനകത്ത് നമ്മൾ ഒത്തിരി മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇതിനകത്ത് നമ്മൾ ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നത് മെയിനായിട്ട് മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ആണ്. അല്ലാതെ കൂടുതൽ മസാലകളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപ്സിക്കവും മല്ലിയിലയും പുതിനയിലയും എല്ലാം ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ആണ്. അപ്പോൾ ഈ ചിക്കൻ ക്യൂബ്സിലെ 3 ക്യൂബ്സ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഉപ്പൊക്കെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഉപ്പൊന്നും ഇപ്പോൾ ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ പിന്നീട് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ചേർത്താൽ മതിയാകും. ഇപ്പോൾ നമുക്ക് ഈ ക്യൂബ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇതേപോലെ പൊടിച്ചതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളകിന്റെ പൊടിയാണ്. കുരുമുളകിന്റെ പൊടി ഞാനിവിടെ 2 ടീസ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ജീരകത്തിന്റെ പൊടിയും ഇതിന് ആവശ്യമാണ്. അപ്പൊ ഈ 2 മസാലകളാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ചേർക്കുന്നത്. ജീരകത്തിന്റെ പൊടി, അത് സാധാ ജീരകത്തിന്റെ പൊടിയാണ്. അതും ഇതേപോലെ 2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളകിന്റെ പൊടിയും ജീരകത്തിന്റെ പൊടിയും നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള ഓയിലാണ്. ഞാനിവിടെ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് 1.5 മണിക്കൂർ മുതൽ ഒരു 2 മണിക്കൂർ വരെ വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ നല്ലതുപോലെ ഇതിലേക്ക് പിടിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ ഇതിലേക്ക് പിന്നീട് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഓൾറെഡി നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിനകത്ത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ സാധാരണ ഉള്ളി ഇതൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അതുപോലെ വഴറ്റുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല ഇതിനകത്ത്. അതാണ് ഡയറക്റ്റ് ഞാൻ ഓയിൽ ആഡ് ചെയ്തത്. ഇനി നമ്മൾ വേറെ ഓയിലൊന്നും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. അടുത്തതായി ഇതിന് വേണ്ടിയിട്ടുള്ള റൈസ് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബേ ലീവ്സ്, ഡ്രൈ ലെമൺ, അതേപോലെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു കടായിലേക്ക് വെള്ളം നമുക്ക് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ചെറുതായിട്ട് ചൂടാകുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ മസാലകളെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഡ്രൈ ലെമൺ നമുക്ക് ഷോപ്പിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടാവുന്ന ഒന്നാണ്. അപ്പോൾ അതിൽ ഒരു 2 നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനുശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള റൈസ് നമുക്ക് എടുത്തു വെക്കാം. ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാനിടാം. അപ്പോൾ 15 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം അത് കഴുകി എടുത്ത് വെച്ചിട്ടുള്ള അരിയാണിത്.
ഞാനിവിടെ മെഹ്റാൻ എന്ന കമ്പനിയുടെ റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണേലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇട്ട വെള്ളം ഇവിടെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഉപ്പ് നമുക്ക് ഈ അവസരത്തിൽ ഒന്നുകൂടെ നോക്കാവുന്നതാണ്. ഉപ്പ് എപ്പോഴും കുറച്ച് മുന്നോട്ടായിരിക്കണം, എന്നാലേ നമ്മുടെ അരിയിലൊക്കെ നല്ലതുപോലെ ഒന്ന് ഉപ്പ് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനിയും റൈസ് വേവുന്നതിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനിടയിൽ ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ഓൾറെഡി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി, ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഒരുമാതിരി അത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റെഡ് കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തെ വെള്ളമൊക്കെ വറ്റുന്നതിന് വരെ നമുക്ക് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 85% വെന്താൽ മതിയാകും. പിന്നീട് നമ്മളിത് ദം ഇടുന്നുണ്ട്. അപ്പോൾ ഫുള്ള് വേവേണ്ട കാര്യമില്ല. അപ്പോൾ അതിനുശേഷം എടുത്തതിന് ശേഷം നമുക്കിതിലെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ റൈസ് ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ ചിക്കൻ പീസസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ചിക്കൻ പീസസിലെ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി, എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ഇതിന്റെ പുറത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റൈസ് ആദ്യം നമുക്ക് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ഒരു ലെയർ ഇട്ടതിന് ശേഷം അതിലേക്ക് മല്ലിയില, പുതിനയില, അതേപോലെ പച്ചമുളക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷെ ഇങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ റൈസിന്. അപ്പോൾ റൈസ് നമുക്ക് ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം അതിലേക്ക് മല്ലിയില, പുതിനയില, അതേപോലെ പച്ചമുളക് ഇതെല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് അടുത്ത ലെയർ ഇടുക. പിന്നെ അതേപോലെ ഇതിലേക്ക് കുറച്ച് റെഡ് കളറും അതേപോലെ യെല്ലോ കളറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. യെല്ലോ കളറിന് പകരം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി പാലിനകത്ത് കലക്കിയത് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ റൈസും ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ഫോയിൽ പേപ്പർ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ ലിഡ് നമുക്ക് അതിന്റെ മുകളിലായിട്ട് അടച്ചു വെക്കാം. അപ്പൊ നല്ലതുപോലെ ആവിയൊന്നും വെളിയിലോട്ടൊന്നും പോകാതെ നല്ല രീതിയിൽ ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ദം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നീട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മളിത് ഓപ്പൺ ചെയ്യാവൂ. അപ്പോൾ നമ്മുടെ രുചികരമായ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും ഈ രീതിയിൽ മന്തി റൈസ് ഒന്ന് വെച്ച് നോക്കണേ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.